Hello everyone, welcome to Ipadipura. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ആണ്. LDC എക്സാംസിന് വൊക്കാബുലറി പാർട്ടിൽ വരുന്ന ഒരു ഭാഗമാണ് യൂസ് ഓഫ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. എന്താണ് പ്രിഫിക്സും സഫിക്സും? ഇവരെ രണ്ടുപേരെയും കൂട്ടി നമുക്ക് പറയാം അഫിക്സേഷൻ. അതായത് അറ്റാച്ച്മെന്റുകളാണ് ഇവർ. നമ്മളൊരു വേർഡിന്റെ മുൻപിലോ പിൻപിലോ അറ്റാച്ച്മെന്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു പാർട്ടിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്നും സഫിക്സ് എന്നും പറയാം. അതാണ് നമ്മൾ ഈ പറഞ്ഞ അഫിക്സേഷൻ എന്ന് പറയുന്ന സാധനം കേട്ടോ. നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന്റെ മുൻപിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന വേർഡാണ്. ഒരു റൂട്ട് വേർഡ് അല്ലെങ്കിൽ ഒരു മെയിൻ വേർഡ് ഉണ്ടാവും. ആ മെയിൻ വേർഡിന്റെ മുൻപിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് അറ്റാച്ച്മെന്റുകൾ നമുക്ക് എന്ത് വിളിക്കാം? പ്രിഫിക്സ് എന്ന് വിളിക്കാം. അതേ സമയത്ത് ഒരു വേർഡിന് ശേഷം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന റൂട്ട് വേർഡിന് ശേഷം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ഭാഗത്ത് നമ്മൾ സഫിക്സ് എന്ന് പറയും. മോസ്റ്റ്ലി പ്രിഫിക്സുകൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ് വാക്കുകളായിരിക്കും. ഒരു വേർഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ, അതിന്റെ ആന്റണിം കണ്ടുപിടിക്കാൻ കൂടുതലായിട്ട് നമുക്ക് ഈ പ്രിഫിക്സുകൾ ഹെൽപ്പ് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഡിസ് എന്ന് പറയുന്നത് അല്ലേ, ഡിസൊബൈ. ആന്റി നോക്കിയാൽ ആന്റിബോഡി, നോക്കിയാൽ അൺ വെച്ചിട്ട് അൺകംഫർട്ടബിൾ. റീ വെച്ചിട്ട് നോക്കിയേ റീപ്ലേ, അല്ലെങ്കിൽ ഡി വെച്ചിട്ട് നോക്കുക ഡീജനറേറ്റ്. അങ്ങനെയുള്ള നെഗറ്റീവ് മീനിങ് വേർഡുകൾ കൊണ്ടുവരാനായിട്ട് നമ്മളെ പ്രിഫിക്സുകൾ കണ്ടെത്തി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു മെയിൻ വേർഡിന് മുൻപിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ഭാഗം. സഫിക്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് കണ്ടുപിടിക്കാനാണ്. ആ വേർഡ് അഡ്ജക്റ്റീവ് ആണോ, ആ വേർഡ് അത് ഒരു നൗൺ ആണോ, ആ വേർഡ് പ്രോനൗൺ ആണോ, പ്രിപ്പോസിഷൻ ആണോ, അങ്ങനെയൊക്കെ കണ്ടെത്താനാണ്. കൂടുതലായിട്ട് നൗൺ അഡ്ജക്റ്റീവ് ആണ് സഫിക്സുകളിൽ പെടുന്ന വേർഡുകൾ കേട്ടോ. LY വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരു വേർഡിന് ശേഷം LY, ലൈവ്ലി അല്ലെ, ഫുൾ, ഹെൽപ്ഫുൾ. TION വാക്കുകൾ പോപ്പുലേഷൻ, SION സസ്പെൻഷൻ അല്ലെ. NCE വാക്കുകൾ NCE ഉണ്ട്, പേഷ്യൻസ് അല്ലെ. MENT അമെൻമെന്റ്, NESS ഹെൽപ്ലെസ്നെസ്. അങ്ങനെയുള്ളതൊക്കെ എന്തിൽ പെടുന്നതാണ്? സഫിക്സുകളിൽ പെടുന്നതാണ്. നമുക്ക് അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ അധികം നോക്കാം. നമുക്ക് റീ എന്ന പ്രിഫിക്സും അതുപോലെ അൺ എന്ന പ്രിഫിക്സും വരുന്ന കുറച്ച് വേർഡ്സ് പരിചയപ്പെടുത്തി തരാം. ആക്ട് വെച്ചിട്ട് ഓപ്പോസിറ്റ് വരും അല്ലെ, ഓപ്പോസിറ്റ് അല്ല, ഇതിലൂടെ പ്രിഫിക്സ് റീ വെച്ചിട്ട് വരുമ്പോൾ വീണ്ടും ആക്ട് ചെയ്യുക, റിയാക്ട്. റീ എന്ന് പറയുന്നതിന്റെ അർത്ഥം അഗൈൻ വീണ്ടും എന്നാണ്. അപ്പോൾ റിയാക്ട് ചെയ്യുക, റീബിൽഡ് ചെയ്യുക, റീഅപ്പിയർ, റിന്യൂ, റീയൂസ്, റീറെഡ്, റീറൈറ്റ്, റീട്രൈ, റീഡു, റീപ്ലേ. അങ്ങനെ. അൺ എന്ന് പറയുന്നത് നെഗറ്റീവ് മീനിങ്, നോട്ട് എന്നർത്ഥം വരുന്നത്. അപ്പോൾ ബിലീവബിളിൻ്റെ കൂടെ അണ്ണിട്ടപ്പോൾ അൺബിലീവബിൾ, വിശ്വസിക്കാൻ പറ്റില്ല. അൺസേർട്ടൺ, അൺകംഫർട്ടബിൾ, കംഫർട്ടബിൾ അല്ലാത്തത്. അൺകവർ, അൺഫെയർ, അൺക്ലീൻ, അൺട്രൂ, അൺലൈക്ക്, അണേബിൾ, അൺലോക്ക് എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ് മീനിങ് വേർഡ്സ് വരുന്ന പ്രിഫിക്സുകളാണ്. റീയും അണ്ണും വെച്ചുള്ള എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് കുറച്ച് സഫിക്സുകളുണ്ട്. സഫിക്സിന് നമ്മൾ ഫുള്ളും NESS ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. സ്പൈറ്റ്ഫുൾ അഡ്ജക്റ്റീവ് പെടും. കൂടുതലായിട്ട് ഫുൾ വാക്കുകൾ അഡ്ജക്റ്റീവ് ആട്ടോ. പെയിൻഫുൾ, വാച്ച്ഫുൾ, ഫിയർഫുൾ, ചിയർഫുൾ, മൗത്ത്ഫുൾ, സ്ട്രെസ്ഫുൾ, ഡിലൈറ്റ്ഫുൾ, താങ്ക്ഫുൾ, വണ്ടർഫുൾ ഒക്കെ പെടും. NESS വാക്ക് കൂടുതലും നൗൺ ആണ്. അപ്പം ഇൽനെസ്, ഫാറ്റ്നെസ്, കൈൻഡ്നെസ്, ക്ലോസ്നെസ്, ഹാപ്പിനെസ്, സാഡ്നെസ്, ക്വയറ്റ്നെസ്, ഫ്രഷ്നെസ്, അതുപോലെ റൂഡ്നെസ്, ബോൾഡ്നെസ്, വെറ്റ്നെസ് ഒക്കെ എക്സാമ്പിൾ പെടുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് സഫിക്സുകളുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് സഫിക്സുകളും പ്രിഫിക്സുകളാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. പ്രിഫിക്സ് ഒരു വേർഡിന് മുൻപിലും സഫിക്സ് ഒരു വേർഡിന് ശേഷവും ഉൾക്കൊള്ളുന്നതാണ്. സഫിക്സ് വെച്ച് നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ചും പ്രിഫിക്സ് വെച്ച് നമുക്ക് ഒരു വേർഡ് നെഗറ്റീവോ പോസിറ്റീവോ ആണെന്ന് കണ്ടുപിടിക്കാനും പറ്റാറുണ്ട് കൂടുതലായിട്ട്. അപ്പോൾ ക്ലിയർ ആയി മനസ്സിലായെന്ന് വിചാരിക്കണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെന്റ് സെക്ഷനിൽ ഇടാൻ മറക്കണ്ട. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ പഠിപ്പുര അതുപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തും. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാനും അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഇനിയും കാണുക, സപ്പോർട്ട് ചെയ്യുക. കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.